നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 25-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 10-ാം തീയതി തിങ്കളാഴ്ച ദിവസമാകും. അതുപോലെ തന്നെ ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാർഗശീർഷ മാസം 4-ാം തീയതി, ശകവർഷ തീയതിയിൽ പറഞ്ഞാൽ മാർഗശീർഷ മാസം 4-ാം തീയതി എന്നുള്ള തീയതിയാണ് വന്നു ചേരുക. തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:21 അസ്തമയം വൈകുന്നേരം 5:56 അതുപോലെ തന്നെ തിഥി ദശമി തിഥിയാണ്. ദശമി തിഥി തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ചൊവ്വാഴ്ച 1:02 AM എന്നുള്ള സമയം വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 10:18 തിങ്കളാഴ്ച മുഴുവൻ ഉണ്ടായിരിക്കും ഉത്ര നക്ഷത്രം. അപ്പോൾ ഞായറാഴ്ച രാത്രി 10:18 ഈ നക്ഷത്രം ആരംഭിക്കുക. ഉത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലാണ്, പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കൂറിലാണ്. അതുകൊണ്ടാണ് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ഒരു പാദം ഉത്രം നക്ഷത്രത്തെ ഉത്രം കാൽ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഒരാളുടെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണെന്ന് കേട്ടാൽ അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, ചിങ്ങക്കുറിലെയാണോ കന്നിക്കുറിലെയാണോ നക്ഷത്രം ഉത്തര നക്ഷത്രം എന്ന് ചോദിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഈ ജ്യോതിഷം ഒരു രാശിയിൽ അപ്പോൾ 2.25 നക്ഷത്രം എന്നുള്ള ഒരു കണക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 2.25 നക്ഷത്രപ്രകാരമാണ് 27 നക്ഷത്രത്തെയും 12 കൂറിൽ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണം വരുത്തിയിരിക്കുന്നത്. അതായത് 27 നക്ഷത്രത്തിനെ 12 കൂറിൽ വരുമ്പോൾ 12 2 24, 12 4 3 24 3 27. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം വരുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മകരക്കുറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മകരക്കുറിൽ ഉത്രാടം മുക്കാലുണ്ട്, തിരുവോണം പൂർണ്ണ നക്ഷത്രം, ഔട്ടൻ 2 പാദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉത്രാടം 3 പാദം വരുന്നതുകൊണ്ട് ഉത്രാടം മുക്കാലെന്ന് വിളിക്കുന്നു. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ മീനക്കൂറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പൂരുട്ടാതി കാലെന്ന് വിളിക്കുന്നു. എന്താണ് പൂരുട്ടാതി കാലെന്ന് പറയാൻ കാരണം? പൂരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലും പിന്നീട് അവസാനത്തെ ഒരു പാദം മീനക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൂരുട്ടാതി എന്നൊരാളുടെ നക്ഷത്രം കേൾക്കുമ്പോൾ പൂരുട്ടാതി കാലാണോ പൂരുട്ടാതി മുക്കാലാണോ എന്ന് ചോദിച്ചാൽ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതിയാണോ അതോ കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതിയാണോ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം കാൽ നക്ഷത്ര സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച രാത്രി 10:18 മുതൽ തിങ്കളാഴ്ച പുലർച്ചെ 4:18 വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 4 മണി തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ 4:18 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ, അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ചൊവ്വാഴ്ച 1:25 AM എന്നുള്ള സമയത്താണ് ഈ ഉത്രം നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ നക്ഷത്രം 60 നാഴികയിൽ കൂടുതലൊക്കെ വരും, അത് ചിലപ്പോൾ 60 നാഴികയിൽ കുറവും വരും. അങ്ങനെയൊക്കെയാണ് ഗണിച്ച് വച്ചിരിക്കുന്നത്. പഞ്ചാംഗത്തിലൊക്കെ അങ്ങനെയാണ് ഗണിച്ച് വച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും 24 മണിക്കൂർ ക്രമപ്പെടുത്തിയിരിക്കുന്നത് പോലെ നക്ഷത്രങ്ങളെ 24 മണിക്കൂറായിട്ട് ക്രമപ്പെടുത്തിയിട്ടില്ല. നക്ഷത്രങ്ങളുടെ ദൈർഘ്യം കൂടിയും കുറഞ്ഞും വരും. അങ്ങനെയാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ, കലണ്ടറിൽ നോക്കി ഒരിക്കലും ഒരു നക്ഷത്രം പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നക്ഷത്ര ദൈർഘ്യം നാഴിക വിനാഴിക എത്രയുണ്ടെന്നൊക്കെ നോക്കിയാണ്, എപ്പോഴാണ് ആ നക്ഷത്രം തീരുന്നത് എന്നൊക്കെ നോക്കിയാണ് അത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ദശാകാലം കണ്ടുപിടിക്കുന്ന മാർഗവും വേറെയാണ്. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദത്തെ സമയം പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ ഉത്ര നക്ഷത്ര ജാതകരാണ്, ഉത്രം കാലും ഉത്രം മുക്കാലുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തിങ്കളാഴ്ച ദിവസം ഉത്ര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം, ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചും പറയുന്നുണ്ട്. മകം, പൂയം, തിരുവാതിര എന്നീ 3 നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്.
സൂക്ഷിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മകം, പൂയം, തിരുവാതിര നാളുകാർ സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ധനനഷ്ടമോ മാനഹാനിയോ മനോദുഃഖമോ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങൾ എന്തു വേണമെങ്കിലും നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർക്ക് അത് പറഞ്ഞുതരാം. തിങ്കളാഴ്ച രാവിലെ 6:21 മുതൽ 7:51 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:51 മുതൽ ഉച്ചകഴിഞ്ഞ് 3:21 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രം കൂടി പറയാം. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തീയതി വെച്ചാണല്ലോ. തീയതി എന്ന് പറഞ്ഞാൽ 25 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. ഏതൊരു മാസവും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകൾ 16, 25 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് പറയുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതോടൊപ്പം പറയുന്നുണ്ട്. ഈ നാളുകാർ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ തിങ്കളാഴ്ച ദിവസം ധരിച്ചാൽ അവരുടെ പേരിൽ OZ എന്നീ അക്ഷരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ അക്ഷരങ്ങളില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തരും. പച്ച എന്ന് പറഞ്ഞാൽ സമൃദ്ധിയെ കുറിക്കുന്നു, വെള്ള സമാധാനത്തെ കുറിക്കുന്നു, മഞ്ഞ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നേട്ടത്തെ കുറിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് സംഖ്യാ ജ്യോതിഷത്തിൽ ഈ നിറങ്ങളെക്കുറിച്ച് പറയുന്നത്. അതാണ് എന്തിനാണ് ഈ നിറങ്ങൾ ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അത് ഒരു അനുഭവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പച്ച സമൃദ്ധിയുടെ പച്ച സമൃദ്ധിയുടെ അനുഭവത്തെ കാണിക്കുന്ന ഒരു നിറമാണ്. വെള്ള സമാധാനത്തെ കാണിക്കുന്ന ഒരു നിറമാണ്. അതുപോലെ തന്നെ മഞ്ഞ ആത്മീയവും ഭൗതികവുമായ നേട്ടത്തെ കാണിക്കുന്ന ഒരു നിറമാണ്. ഗ്രഹമല്ല, നിറമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഖ്യാശാസ്ത്രത്തിൽ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. തിങ്കളാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം കേട്ട, ഉത്രാടം, ചോതി, ആയില്യം, ചതയം, രേവതി, തിരുവാതിര, കാർത്തിക, ഉത്രം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു ചേരുമെന്നുള്ളത് വിശ്വാസത്തോടു കൂടി ജീവിക്കുക. മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.